കഴുത്തിലെ കറുപ്പ് മാറ്റാൻ നമ്മൾ പറഞ്ഞ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് കറുപ്പ് മാറിയ ഒരു ടെസ്റ്റിമോണിയൽ വീഡിയോ ആണിത്. അവർ അയച്ചു തന്നാണ്. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ സാധിക്കുന്നതാണ്. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിറയെ പേരുടെയും ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന അല്ലെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കഴുത്തിൽ ബ്ലാക്ക് കളർ വരിക, കഷത്തിനടിയിൽ ബ്ലാക്ക് കളർ കൊണ്ട് സ്ലീവ്ലെസ് ഇടാൻ പറ്റാതെ പോവുക, കൈയൊന്ന് ജസ്റ്റ് പൊക്കാൻ മടിക്കുക. അതിനേക്കാളൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് കഴുത്തിൽ രണ്ട് സൈഡിലും നമ്മുടെ ചെയിനൊക്കെ ഇട്ടിട്ട് കറുപ്പാകുക. ഇത് ഫ്രിക്ഷൻ കൊണ്ടുണ്ടാകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ചെയിനും നമ്മുടെ കഴുത്തിലെ തൊലിയും കൂടെ ചേർന്ന് നന്നായിട്ട് ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് അവിടെ റഫായി അവിടുത്തെ തൊലി ഹാർഡാവുന്നതാണ്. ഡെഡ് സെൽസ് ഒരുപാട് മേളി വരുന്നതാണ് അങ്ങനെ കറുപ്പ് കളറാവുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കണങ്കാലിലും അതുപോലെ തന്നെ വരും. നമ്മുടെ കൈമുട്ടിലൊക്കെ അതുപോലെ വരാൻ സാധ്യതയുണ്ടല്ലോ, ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് നമ്മൾ ടേബിളെ കൈവയ്ക്കുമ്പോഴൊക്കെ. സോ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും ഫുൾ സ്ലീവ് ഇടാനായിട്ട്, ഇങ്ങനെ ടേബിളെ വയ്ക്കുമ്പോഴൊക്കെ. ഓക്കെ, നമുക്കിന്ന് കഴുത്തിലെ കറുപ്പ് നിറം അതുപോലെ വരുന്ന കറുപ്പ് നിറം പോകാനായിട്ടും കഷത്തിനടിയിലെ ഡാർക്ക് അണ്ടർ ആം, ഡാർക്ക് നെക്ക്, അല്ലെങ്കിൽ നമ്മുടെ മുട്ടിൻ്റെ ഇതിലുള്ള ഡാർക്ക് കളറ്, നമ്മുടെ കണങ്കാലിലുള്ള ഡാർക്ക് കളർ ഒരഞ്ഞൊരഞ്ഞുണ്ടാകുന്നതാണ് ഇതൊക്കെ. അത് പോകാൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ 2 സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കാം അത് എങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. സ്കിന്നിന് നല്ല നിറം തരാൻ സാധ്യതയുള്ള കുറെ ഹെർബ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കഴുത്തിലെ കറുപ്പ് മാറ്റാനുള്ള കൂട്ടുണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് ലിക്കറൈസ് ആണ്, ഇരട്ടി മധുരമാണ്. പിന്നെ ചേർക്കുന്നത് വയമ്പിന്റെ പൊടിയാണ്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കടുക്കയുടെ പൊടിയാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് എസെൻഷ്യൽ ഓയിലാണ്. ഒന്ന് ഗ്രാമ്പൂവിന്റെ ക്ലോവ് ഓയിലാണ്. രണ്ടാമത് നമ്മൾ ചേർക്കുന്നത് ഗ്രേപ്പ് സീഡ് ഓയിലാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു കൂട്ടുണ്ടാക്കുകയാണ്. ഇതെല്ലാം തന്നെ സ്കിന്നിനെ ഫെയർ ആക്കാനും സ്കിന്നിന്റെ ഡാർക്ക് സ്പോട്ട് മാറ്റാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. നമ്മൾ അതിലേക്ക് ലാവണ്ടർ ജെല്ലാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. ലാവണ്ടർ ജെൽ നമ്മളുടെ സ്കിന്നിന് സൂത്തിങ് തരാനും റഫായിട്ടുള്ള സ്കിന്നിനെ സോഫ്റ്റൻ ചെയ്യാനും സ്കിന്നിന് കളർ തരാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. ഇത് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അതൊരു വാട്ടറി ജെല്ലായിട്ടാണ് വരുന്നത്. കാരണം നമ്മൾ കുറച്ചും കൂടെ സ്കിന്നിലേക്ക് ഏറ്റവും പെട്ടെന്ന് അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി, ഒരു പാകത്തിലാണ് നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ മിക്സ് ചെയ്താലും മതിയാവും. ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേപോലെ അങ്ങ് ചേരുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ബ്രഷ്, എത്രത്തോളം വെള്ളത്തിനെ അതിലേക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുമോ അതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മൾക്ക് കഴുത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. കഴുത്തൊന്ന് വാഷ് ചെയ്തോളൂ. അധികം സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർജന്റ് ഒന്നും തന്നെ കഴുത്തിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത്. കെമിക്കൽസ് ഇടുമ്പോൾ വീണ്ടും വീണ്ടും ബ്ലാക്ക് ആണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾക്ക് ഒരു ലെയർ അപ്ലൈ കൊടുത്തിട്ട് കുറച്ചു നേരം, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു ലെയർ കൂടെ അപ്ലൈ ചെയ്തിട്ട് വളരെ പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് സ്ട്രോങ് ആയിട്ട് കഴുത്തിൽ മസാജ് ചെയ്യരുത്. കാരണം വീണ്ടും നമ്മളുടെ സ്കിൻ റഫ് ആകുകയും അത് വീണ്ടും ബ്ലാക്ക് ആകുകയും ചെയ്യും. വളരെ ജെന്റിലായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ആഴ്ചയിൽ 3 പ്രാവശ്യം മാത്രം റിപ്പീറ്റ് ചെയ്താൽ മതിയാവും. ഡെയിലി ചെയ്യണമെന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഷാർപ്പായിട്ടുള്ള മാലകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള മാലകളോ ഒക്കെ ഇറിറ്റേറ്റ് ആണെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തു മാറ്റുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പതുക്കെ ഒരു സോഫ്റ്റ് ടിഷ്യൂ കൊണ്ട് തുടച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റുന്നതാണ്. ഇല്ല, കുളിക്കുന്നതിന് മുന്നെയാണ് നിങ്ങൾക്ക് സൗകര്യം എന്നുണ്ടെങ്കിൽ അപ്പോൾ തേച്ചാലും മതിയാവും. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്ന പായ്ക്ക്, ഇതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ അധികം പഴുക്കാത്ത തക്കാളി, അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അധികം പഴുക്കാത്ത തക്കാളിക്ക് ഒരു പുളിപ്പുണ്ടാവും. ആ പുളിപ്പ് നമ്മളുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ഫെയർ ആക്കാനും ഏജ് സ്പോട്ടിനെ ഒക്കെ തടയുന്നതാണ്. നമ്മളിത് കഴുത്തിലേക്ക് ഉപയോഗിക്കുന്നത് നമ്മളുടെ കഴുത്തിന്റെ കറുപ്പ് കളർ മാറാനും സോഫ്റ്റ് ആക്കാനുമാണ്. ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കതിനെ മിക്സിയിലിട്ട് അരച്ച് നല്ല ജ്യൂസ് ആക്കാം. ആ ജ്യൂസിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ വിഭൂതി സ്റ്റോറിലുള്ള സ്കിൻ ബ്രൈറ്റനിങ് പൗഡറാണ്. അതിനകത്ത് 32 ചേരുവകൾ ചേരുന്നതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ സിലിക്കോൺ സ്റ്റെമ്മില്ലേ, ഇതിന്റെ അറ്റത്ത് ചെറിയ 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 നിബുകളുണ്ട്. അത് വളരെ സോഫ്റ്റ് ആണ്. അത് വെച്ച് തന്നെ നമ്മൾ ഉരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കഴുത്തിന് അധികം ഹാം ആവാതെ നമ്മൾക്ക് കഴുത്തിനെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ സാധിക്കും. എക്സ്ഫോളിയേഷൻ ആണ് നമ്മൾ ഈ ഒരു പാക്കിലൂടെ, ഈ 2 പാക്കിലൂടെയും ഉദ്ദേശിക്കുന്നത്.
എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പായ്ക്കെടുത്ത് നമ്മൾക്ക് എവിടെയാണോ ബ്ലാക്ക് കളർ ഇതുപോലെ ആയിരിക്കുന്നത് അവിടെ ഇതുപോലെ തേച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് റബ്ബ് ചെയ്യുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ പായ്ക്ക് നമുക്ക് ആ ഇട്ടടുത്ത് തന്നെ ഇടണം. റബ്ബ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലൂക്ക് വാം വാട്ടറിൽ വാഷ് ചെയ്യാവുന്നതാണ്. ആദ്യം ഇട്ട പായ്ക്കും ലൂക്ക് വാം വാട്ടറിൽ വാഷ് ചെയ്യണം, ഞാൻ അവിടെ പറയാൻ വിട്ടുപോയി. ലൂക്ക് വാം വാട്ടറിൽ വാഷ് ചെയ്തിട്ട് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്കിന്ന് ഒന്ന് റിലാക്സ് ആകുകയും ഒന്ന് അബ്സോർവ് ചെയ്യുകയും വീണ്ടും ഷ്രിങ്ക് ആകുകയും ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മുഖമാണെങ്കിലും വാഷ് ചെയ്യുമ്പോൾ ലൂക്ക് വാം വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് എന്താ പറയാ ക്ലെൻസിങ് ആണ്, ഡബിൾ ക്ലെൻസിങ് ആണ് അവിടെ നടക്കുന്നത്. നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഹെർബ്സും ഇൻഗ്രീഡിയൻസും സ്കിന്നിന് നല്ല ഫെയർനെസ് തരാനും സ്കിന്നിനെ സ്മൂത്ത് ആക്കാനും ഒക്കെ ഉള്ളതാണ്. ഇതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ, വിഭൂതിയുടെ തന്നെ സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ ആണ്. അത് നമ്മളുടെ കഴുത്തിൽ തേക്കാവുന്നതാണ്. എന്ത് മുഖത്ത് തേക്കുമ്പോഴും നിങ്ങളത് കഴുത്തിൽ കൂടെ തേക്കണം കേട്ടോ. കഴുത്തിന്റെ സ്കിന്നാണ് ഏറ്റവും പെട്ടെന്ന് നമ്മൾക്ക് ഏജ് ആകുന്നത്. മുഖത്തിനേക്കാളും ശ്രദ്ധിക്കേണ്ടത് കഴുത്തിനെയാണ്. അപ്പോൾ അതൊക്കെ തേച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊന്ന് എഴുതി അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായോ? നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും ഇതൊക്കെ ചെയ്യാനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഓക്കെ ചെയ്യണം ഞാൻ എന്ന് വിചാരിച്ചാൽ മാത്രം പോരാ, ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ, ഇത് ഈസിയാണ്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്താലും ഓക്കെയാണ്. പിന്നെ അധികം ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ഉള്ള മാലകളൊന്നും കഴുത്തിൽ ഇടാതിരിക്കുക. മാല ഇടാതിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ജുവൽസ് ഒക്കെ ഇടുന്നത്. ഞാൻ ഇടത്തേയില്ല. എന്തെങ്കിലും ഒക്കേഷണലായിട്ട് ഫങ്ഷൻസ് ഒക്കെ വന്നാൽ മാത്രമാണ്, അല്ലെങ്കിൽ എനിക്കത് ഊരുന്നിടം വരെ ഒരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾ മാക്സിമം ഫ്രിക്ഷൻസ് ഒഴിവാക്കുക. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇന്നർ തൈസിൽ, നമ്മുടെ തുടകളുടെ സൈഡിലെ ഇന്നർ ആയിട്ടുള്ള ഭാഗത്ത് ബ്ലാക്ക് കളർ വരുന്നതും തുടകൾ തമ്മിൽ ഉരസിയിട്ടും അല്ലെങ്കിൽ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള പാൻറ്റീസ് ഇടുമ്പോഴും അങ്ങനെ നമ്മളുടെ തുടയിൽ ഒരയാൻ സാധ്യതയുള്ള ഡ്രസ്സ് ഇടുന്നത് കൊണ്ടും ഒക്കെയാണ് നമുക്ക് അങ്ങനെ അവിടെ ഒരു ബ്ലാക്ക് കളർ ഉണ്ടാവുക. അതുപോലെ എപ്പോഴും നമ്മൾ ബാക്കിയുള്ള ശരീരഭാഗം വൃത്തിയാക്കുന്നത് പോലെ തന്നെ ഇന്നർ തൈസും വൃത്തിയാക്കണം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സ്ക്രബ് ഇട്ടിട്ട് ഇന്നർ തൈസിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുവാണ്. റബ്ബ് ചെയ്തിട്ട് അപ്പം തന്നെ വാഷ് ചെയ്യണം. മേക്ക് ഷുവർ നമ്മളുടെ ഇന്നർ ബോഡിയിലേക്കൊന്നും അത് പോകാതിരിക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കണം. ഇതിങ്ങനെ 2-3 ദിവസം ആഴ്ചയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഡാർക്ക് കളർ നമുക്ക് നന്നായിട്ട് മാറുന്നതാണ്. ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ഡാർക്ക് കളർ മാറിയതായിട്ട് കാണാൻ പറ്റും. ഒരുപാട് കൈകൊണ്ടിട്ട് ഉരയ്ക്കരുത്. ഈ പാക്കറ്റിട്ട് ഉരയ്ക്കുന്നതാണ്, അതായത് ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഉരയ്ക്കുന്നതാണ് ഈ ബ്ലാക്ക് കളർ കൂടാനായിട്ടുള്ള കാരണം. അതുകൊണ്ടാണ് ആ സിലിക്കോൺ സ്റ്റെം ഞാൻ കാണിച്ചത്. അത് ഓൺലൈനിൽ വാങ്ങിക്കാൻ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അത് വളരെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരയ്ക്കുമ്പോൾ ബെൻഡ് ആകുന്നതാണ്, സ്മൂത്താണ്. അതുകൊണ്ട് ഉരച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സേഫാണ്. ഇതൊക്കെയും നമ്മുടെ കോൺഫിഡൻസിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ. നമ്മൾ വിചാരിക്കുമോ ഇതൊക്കെ എന്തിന് ചെയ്യാനാണ്, ഇതിൻ്റെയൊക്കെ ആവശ്യമൊന്നുമില്ല, ഇനി ഇത്ര പ്രായമായില്ലേ എന്നൊക്കെ വിചാരിക്കും. പ്രായമായില്ലേ എന്നൊക്കെ നമ്മളെ തന്നെ സ്വയം കളിപ്പിക്കുന്നതാണ്, സത്യമല്ലേ. നമ്മൾക്ക് എപ്പോഴെങ്കിലും ഇത്ര പ്രായമായി നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ റെഡിയാണോ? നമ്മളിപ്പോഴും ആ പഴയ 25-ലും 24-ലും 26-ലും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോഴാണ് നമ്മൾ കുറച്ച് ആക്റ്റീവ് ആകുന്ന സമയം. ബിലോ 25 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലോകം എന്താണെന്ന് അറിയത്തില്ലാത്ത കുറച്ച് സമയങ്ങളാണ് അല്ലേ. അത് കഴിയുമ്പോഴാണ് നമ്മൾ കുറച്ചൊന്ന് ആക്റ്റീവ് ആകുക, കുറച്ചൊന്ന് സ്മാർട്ടാകുക, റെസ്പോണ്ട് ചെയ്യുക ഒക്കെ ആ സമയത്തൊക്കെയാണ്. നമ്മൾ സൗന്ദര്യം കുറച്ചും കൂടെ കെയർ ചെയ്യാമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന എപ്പോഴാണ്? നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മളെക്കുറിച്ച് ആൾക്കാർ കമൻ്റ് അടിക്കും. എന്നുള്ളതിന് യാതൊരു ഡൗട്ടും ഇല്ല. എസ്പെഷ്യലി മലയാളീസ്. അവർക്ക് അവരുടെ ബോഡി എങ്ങനെയാണെന്നോ അവരുടെ മൂക്ക് എങ്ങനെയാണെന്നോ അവരുടെ മുഖം എങ്ങനെയാണെന്നോ ഒന്നും ബോധറേ ഇല്ല. അവർക്ക് നമ്മളുടെ കണ്ണിന് മുന്നിൽ എന്താണുള്ളത് അതിനെക്കുറിച്ച് ബോധറാകുകയും അതിനെക്കുറിച്ച് കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളീസ് അല്ലേ. പക്ഷേ നമ്മളിലേക്ക് നമ്മൾ ഒരിക്കലും നോക്കില്ല. തിരിഞ്ഞ് നമ്മളിലേക്കൊന്ന് നോക്കൂ, 1000 കുറവുകൾ നമ്മൾ കാണും. അങ്ങനെ അത് റിയലൈസ് ചെയ്യുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. നമ്മൾക്ക് എന്താണ് കുറവ്, നമ്മൾക്ക് എന്താണ് പ്ലസ്സിനെ നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആക്കുക. നമ്മളുടെ കുറവുകളെ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കാൻ നോക്കുക. അപ്പോൾ കഴുത്തൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാകും. സാരി ബ്ലൗസൊക്കെ നല്ല ഒരു നെക്കൊക്കെയുള്ള സാരി ബ്ലൗസ് വരുമ്പോൾ നമുക്കിതുപോലെയൊക്കെ ഒന്ന് പുട്ടപ്പ് ചെയ്ത് മുടിയൊക്കെ വയ്ക്കാനോ അല്ല ജീൻസ് ടോപ്പ് ഇടുമ്പോൾ അങ്ങനെ ഇന്ന വയസ്സിലിടണം അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയൊന്നും ചിന്തിക്കേ വേണ്ട. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്ത് ഡ്രസ്സും നിങ്ങൾക്കിടാം. നിങ്ങളുടെ ഡ്രസ്സിനെ സ്റ്റൈൽ ചെയ്യുന്നത് നിങ്ങളായിരിക്കണം. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞിട്ട് ഇതിടൂ അതിടൂ, ഇങ്ങനെ ഇട്ടൂടെ, അല്ല ഇങ്ങനെ ചെയ്തൂടെ, മുടി അങ്ങനെ കെട്ടിക്കൂടെ, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾക്ക് എന്താണ്
ചേരുന്നതെന്ന് നമ്മളെക്കാൾ കൂടുതൽ വേറൊരാൾക്ക് അറിയേയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാടങ്ങ് സൗന്ദര്യ സംരക്ഷണം മാത്രം ചെയ്യണമെന്നില്ല. ഞാനിപ്പോൾ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, ഞാൻ ഒത്തിരി ബ്യൂട്ടി കെയർ പറയുന്നുണ്ട്, സ്കിൻ കെയർ പറയുന്നുണ്ട് എന്ന് വെച്ച് ഞാൻ എല്ലാ ദിവസവും ഇരുന്ന് സ്കിൻ കെയർ ചെയ്യുമോ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇരുന്ന് സൗന്ദര്യം സംരക്ഷിക്കുക അങ്ങനൊന്നും അല്ല. ഞാൻ കറക്റ്റായിട്ട് ചെയ്യും, ചെയ്യേണ്ട പോലെ കറക്റ്റായിട്ട് ചെയ്യും. അതിനെ ഓവറാക്കിയും ചെയ്യത്തില്ല, അതിനെ കുറച്ചും ചെയ്യത്തില്ല. അതാണ് വ്യത്യാസം. നമ്മൾക്ക് എല്ലാത്തിനും ഒരു പങ്ക്ച്വാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഓർഡറിൽ ഓർഗനൈസ്ഡ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വന്നോളും. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ എന്താകുക, നമുക്കൊരു എന്തോ ഒരു മിസ്സിങ് തോന്നും. അത് എന്താ ചെയ്തില്ല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷെ എന്തോ ഒന്ന് ചെയ്തില്ലല്ലോ എന്ന് തോന്നും. സോ അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കാനാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് സന്തോഷത്തെ കൊണ്ടുതരാൻ ആർക്കും കഴിയില്ല. അതുപോലെ നമ്മൾ സൗന്ദര്യത്തോടെ സുന്ദരിയായിട്ടിരിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല. ഓക്കെ, അതും ഒരു വലിയ കാര്യമാണ്. മറ്റുള്ളവരുടെ ഇഷ്ടക്കേടാണ് നമ്മളുടെ വിജയം, അത് മനസ്സിലാക്കണം. മറ്റുള്ളവർക്ക് എല്ലാം നമ്മളെക്കുറിച്ച് ഇഷ്ടമാണ്, എല്ലാം പോസിറ്റീവാണ്, അവർക്ക് ഒരു കംപ്ലൈൻറ്റ് നമ്മളെക്കുറിച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ താഴെയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ എന്തുകൊണ്ടും മറ്റുള്ളവർ നമ്മളെ എന്തെങ്കിലും വിമർശിച്ചാലോ എന്തെങ്കിലും പറഞ്ഞാലോ മനസ്സിലാക്കുക അവർക്ക് പറ്റാത്ത എന്തോ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത്. സോ അപ്പോൾ ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക, സന്തോഷത്തോടെ ഇരിക്കുക, ഓവർ തിങ്കിങ് ഒന്നും വേണ്ട. സൗന്ദര്യം സംരക്ഷിക്കുന്ന ഒരു യോഗയാണ്, ഒരു മെഡിറ്റേഷനാണ്, നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആണ്, ഇതൊക്കെയാണ്. അതൊന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നൊരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെല്ലാവരും ഏത് സ്ഥലത്തു നിന്നാണ് വീഡിയോ കാണുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതുപോലെ ഏത് ടൈമിലാണ് സ്കിൻ കെയർ ചെയ്യുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഒരാൾ പറഞ്ഞു ഏത് നമ്പറിലോട്ടാണ് വാട്സപ്പ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്തിരുന്നു. നമ്മൾ വീഡിയോയുടെ പുറത്തും നമ്പർ കാണിക്കാറുണ്ട്, അതായത് സ്ക്രീനിലും നമ്പർ കാണിക്കാറുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണിക്കാറുണ്ട്. സോ അങ്ങനെയുള്ള കമൻറ്റുകൾക്ക് 1-2 മറുപടി അല്ലാതെ എൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കരുത്. എനിക്ക് അങ്ങനെ ഇരുന്ന് മറുപടി ചെയ്യാൻ പറ്റത്തില്ല. നല്ലൊരു കണ്ടന്റുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതും വരെ ടേക്ക് കെയർ. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും നിങ്ങളുടെ കുട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ടേക്ക് കെയർ.